നമ്മുടെ രാജ്യത്തെ പത്രമാധ്യമങ്ങളാകെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും കാലങ്ങൾ അകന്നു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്രമാത്രം ഭയാനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം മുൻപുണ്ടായിട്ടില്ല. കാരണം സാധാരണ എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും നാടിന്റെ ആകെ ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പിന് ശേഷം ആരാണ് ഇന്ത്യ ഭരിക്കുക എന്നതാണ്. 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മൗലികമായ പ്രശ്നം ആരിന്ത്യ ഭരിക്കും എന്നതല്ല. തിരഞ്ഞെടുപ്പിന് ശേഷവും ലോക ഭൂപടത്തിൽ ഇന്ന് കാണുന്ന രൂപഭാവങ്ങളോടെ ഇന്ത്യ എന്ന പേരിൽ ഈ രാജ്യമുണ്ടാവുമോ എന്നതാണ്. ഇന്ത്യ നിലനിൽക്കുമോ എന്ന് നിർണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. ഒട്ടും ആലങ്കാരികതയും അതിശയോക്തിയും ഇല്ലാതെയാണ് കാര്യഗൗരവമുള്ളവരെല്ലാം രാജ്യത്ത് ഈ ചോദ്യം ഉയർത്തുന്നത്. അതിന്റെ കാരണം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ മതനിരപേക്ഷത തകർക്കപ്പെടും എന്ന ഭയപ്പാടിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. മതനിരപേക്ഷത എന്ന ആശയത്തോട്, ഭരണഘടനാ മൂല്യത്തോട് തെല്ലും മമതയില്ലാത്തവരാണ് തങ്ങളെന്ന് RSS പണ്ടേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതൊരു രഹസ്യമേ അല്ല. രൂപീകരണത്തിന്റെ 100ാം വർഷം ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത വർഗീയ രാഷ്ട്രമാക്കി മാറ്റുക എന്ന അജണ്ടയാണ് RSSന്റെ. അടുത്ത കൊല്ലം RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 കൊല്ലം തികയുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ളതുപോലെ BJPക്കും കൂട്ടാളികൾക്കും ഇന്ത്യയിൽ മേൽക്കൈ കിട്ടിയാൽ അടുത്ത വർഷത്തോടെ നമ്മുടെ രാജ്യത്തെ ഒരു തീവ്ര വർഗീയ മതരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് സംഘപരിവാരം കോപ്പുകൂട്ടുന്ന കാര്യം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ത്യ നിലനിൽക്കുമോ എന്നതാണ് മൗലിക പ്രശ്നം. ലോകത്തിന്റെ മുൻപാകെ വൈവിധ്യങ്ങളുടെ റിപ്പബ്ലിക്കായാണ് നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവർ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. എന്നാൽ ഹൈന്ദവ ജനതയുടെ വൈപുല്യം മാത്രമല്ല ഇന്ത്യയുടെ പ്രത്യേകത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത് നമ്മുടെ രാജ്യം. അവിടെയും അവസാനിക്കുന്നില്ല. ദശലക്ഷക്കണക്കിന് വരുന്ന സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ക്രൈസ്തവർ, അങ്ങനെ ഈ ലോകത്തെവിടെയുമുള്ള മതവിഭാഗങ്ങളെ ഇന്ത്യയിൽ നമുക്ക് കാണാനാവും. അതിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിന്റെ അംഗസംഖ്യ എടുത്താൽ പോലും ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വരും എന്നതാണ് പ്രത്യേകത. അതാണ് ഇന്ത്യ. ഇന്ത്യ സന്ദർശിച്ച ഒരു വൈദേശികൻ A.L. ബാഷാം, അദ്ദേഹം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന് നൽകിയ പേര് വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ ഒരു വിസ്മയമാണ്, അവിശ്വസനീയമായ ഒരു വിസ്മയം. വ്യത്യസ്തമായ ജാതിമത വിഭാഗങ്ങളിൽപ്പെടുന്നവർ, വൈവിധ്യസമ്പൂർണമായ വിശ്വാസധാരകളെ പിൻപറ്റുന്നവർ, പക്ഷെ അവരെല്ലാം ഒരൊറ്റ രാഷ്ട്രമെന്ന ഏകവികാരത്തിൽ കൈകോർത്തു നിൽക്കുന്ന ഒരു രാജ്യം. അതാണ് ഇന്ത്യ. ആ യോജിപ്പിന്റെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ റിപ്പബ്ലിക്കിനെയാണ് വർഗീയതയുടെ കടലിൽ മുക്കിക്കൊല്ലാൻ RSS പരിശ്രമിക്കുന്നത്. RSSന്റെ 2ാമത്തെ സർസംഘചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവൾക്കറാണ് RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം വിചാരധാര എഴുതി. എന്താണ് RSSന്റെ സങ്കല്പത്തിലുള്ള ഇന്ത്യ എന്നതിൽ അവർ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൂടെ ഇന്ത്യയുടെ ഭീഷണി ഏതൊക്കെയെന്ന് RSS വിശദീകരിക്കും. ഇന്ത്യയുടെ ഭീഷണി എന്ന് കേൾക്കുമ്പോൾ അയൽ രാജ്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതല്ല, നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഭീഷണിയാണ് RSS പറയുന്നത്. ആഭ്യന്തര ഭീഷണി എന്നാണ്. അത് 1, 2, 3 എന്നിങ്ങനെ അക്കമിട്ട് പറയും.
മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ. ഈ 3 വിഭാഗങ്ങളില്ലാത്ത ഒരു ഇന്ത്യയാണ് RSSന്റെ സ്വപ്നം. ഈ 3 കൂട്ടരെ തുടച്ചു നീക്കണം എന്നാണ് RSS പറയുന്നത്. ആ 3 കൂട്ടരുടെ കാര്യമാണ് വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുള്ളതെങ്കിലും 4മതൊന്നുകൂടി RSSന്റെ ശത്രു പട്ടികയിലുണ്ട്. അത് പക്ഷെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. 4മത്തെ വിഭാഗം എന്ന് പറയുന്നത് മറ്റാരുമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടത് എഴുതിയില്ല? അതിന്റെ കാരണം RSS ഉയർത്തിപ്പിടിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ കാഴ്ചപ്പാടിൽ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ അവരാരും മനുഷ്യരായി തന്നെ പരിഗണിക്കപ്പെടുന്നില്ല. അതാണ് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ ജനിച്ചു എന്ന് മനുസ്മൃതി പറയും. കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, തുടയിൽ നിന്ന് വൈശ്യൻ, കാൽപാദത്തിൽ നിന്ന് ശൂദ്രൻ കഴിഞ്ഞു. ഈ 4 വിഭാഗത്തിലും പെടില്ല പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ. ഇവരൊന്നും RSSന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരേയല്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പട്ടികജാതിക്കാരുടെ കാര്യം എഴുതിയില്ല എന്നേ ഉള്ളൂ. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കും, തൽക്കാലം നമുക്ക് പേടിക്കേണ്ട മതരാഷ്ട്രം വന്നാലും, കാരണം മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റോ പട്ടികജാതിയോ ഒന്നുമല്ല ഞങ്ങൾ എന്ന് കരുതുന്ന ചിലരുണ്ടാവും. പക്ഷെ അങ്ങനെ ആർക്കും രക്ഷയില്ല. RSSനെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ വിഭാഗങ്ങളെയാകെ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കേണ്ടവരാണെന്ന് കണക്കാക്കുമ്പോൾ തന്നെ അതിനു പുറമെ തങ്ങളുടെ വിഷലിപ്തമായ ഹിംസോന്മുഖമായ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാരായാലും അവരൊക്കെയും RSSന്റെ പട്ടികയിൽ കൊല്ലപ്പെടാൻ യോഗ്യരാണ്. എല്ലാ മതനിരപേക്ഷവാദികളും, എല്ലാ മനുഷ്യസ്നേഹികളും RSSന്റെ ശത്രു പട്ടികയിലാണ് ഇടം. നിങ്ങൾ നോക്കൂ, ജസ്റ്റിസ് ലോയ, RB ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട്, ഗൗരി ലങ്കേഷ്, MM കൽബുർഗി, ഗോവിന്ദ് പൻസാരെ, ശാന്തനു ഭൗമി, എത്ര പേരുകൾ. ഞാനിവിടെ പരാമർശിക്കപ്പെട്ട പേരുകാരും മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരല്ല. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആദിവാസികളോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നുമല്ല. പക്ഷെ അവരാരും ഇപ്പോ ജീവിച്ചിരിപ്പില്ല. ചിലർ ജയിലിലാണ്, ചിലർ ജയിലിലടക്കപ്പെട്ടു, ചിലർ കൊന്നു തള്ളപ്പെട്ടു. എന്തുകൊണ്ട്? അവർ RSSന്റെ വിഷലിപ്തമായ വർഗീയതയെ എതിർത്തു, മതനിരപേക്ഷതയ്ക്കായി ശബ്ദമുയർത്തി, മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി നിലയുറപ്പിച്ചു. അതാണ് കാരണം. അപ്പോ എല്ലാ നല്ല മനുഷ്യരെയും ഇല്ലാതാക്കുക എന്നതാണ് RSSന്റെ രാഷ്ട്രീയ പദ്ധതി. ഇതാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളി. ഈ വെല്ലുവിളിയുടെ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ വെല്ലുവിളി രാജ്യം നേരിടുന്നതിന്റെ തെളിവാണ്. ഇനി ഒരിക്കൽ കൂടി സംഘപരിവാരം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ നമ്മുടെ രാജ്യത്ത് അനഭിമതരായ ഒരു പ്രബല വിഭാഗത്തിനെ തുടച്ചു നീക്കാനുള്ള പദ്ധതി RSS തയ്യാറാക്കിയിരിക്കും. ചിലർ പറയുന്നത് നമ്മളെ ഒന്നും ബാധിക്കില്ല, ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരെയാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മളെ ആരെയും ബാധിക്കാം. എങ്ങനെ? പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു. ലോകത്തിൽ ആദ്യത്തെ സംഭവമാണ്. നിങ്ങൾ അമേരിക്കയിൽ പോയി അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിച്ചാൽ നിങ്ങളുടെ മതം നോക്കിയിട്ടല്ല പൗരത്വം തരുന്നത്. കനേഡിയൻ പൗരത്വമോ ബ്രിട്ടീഷ് പൗരത്വമോ ഫ്രഞ്ച് പൗരത്വമോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ മതം മാനദണ്ഡമല്ല. നിങ്ങൾ ഏത് മതം പ്രശ്നമല്ല. ഇന്ത്യയും അങ്ങനെയായിരുന്നു. ചരിത്രത്തിലാദ്യമായി ഇന്ത്യ പൗരത്വത്തിന്റെ മതം മാനദണ്ഡമായി സ്വീകരിക്കുന്നു. അപ്പൊ നാളെ നിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ അപ്പൊ നിങ്ങൾ ആലോചിക്കും, അത് എങ്ങനെ ചോദ്യം ചെയ്യപ്പെടും? വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു RSSകാരന് ഒരു പരാതി കൊടുത്താൽ മതി. ഇന്നയാൾ പാകിസ്ഥാന്റെ ചാരനാണെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നത് ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ടി വരും. ഞാൻ ഈ രാജ്യക്കാരൻ തന്നെയാണ് എന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും? അതിന്റെ രേഖകൾ
ആ രേഖകൾ പലതും അസാധ്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട രേഖ നിങ്ങളുടെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേരുടെ കയ്യിൽ നിങ്ങളുടെ പിതാവിന്റെ മുത്തശ്ശന്റെ വല്യാപ്പയുടെ ജനന സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്? അപ്പൂപ്പന്റെ ജനറൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ച് നടക്കണമെന്നാണ്, മനസ്സിലായി? അപ്പൂപ്പന്റെ ജനറൽ സർട്ടിഫിക്കറ്റ് പോയിട്ട് സ്വന്തം ജനറൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 4 തവണ പോയി തരേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. ഇതാരുടെ കയ്യിൽ? അപ്പൊ ആ കാരണം മതി, നിങ്ങൾ രാജ്യവിരുദ്ധനാവും, നിങ്ങൾ ഇന്ത്യൻ പൗരനല്ലാതെയായി മാറും. ഇങ്ങനെയുള്ള നടപടികളിലേക്കാണ് രാജ്യം കടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് രാജ്യരക്ഷാർത്ഥമുള്ള മതനിരപേക്ഷവാദികളുടെ മഹാകൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ചരിത്രപരമായ ബാധ്യതയുള്ളൊരു വിഭാഗം ന്യായമായും കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ നെഹ്റുവിനോട് പല വിയോജിപ്പും ഉണ്ടാവാം, പക്ഷേ അദ്ദേഹം ശക്തമായ മതനിരപേക്ഷ നിലപാട് മുറുകെ പിടിച്ചിരുന്നു എന്നത് തർക്കമറ്റ വസ്തുതയാണ്. എന്നാൽ പണ്ഡിറ്റ് നെഹ്റു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, നെഹ്റു മരിച്ചു. നെഹ്റുവിനോടൊപ്പം കോൺഗ്രസിന്റെ മതനിരപേക്ഷതയും മരിച്ചു. ഇപ്പൊ ആ കോൺഗ്രസ് ഇല്ല. ഇപ്പോഴുള്ള കോൺഗ്രസിനെ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയുകയുമില്ല. കോൺഗ്രസിൽ നിന്ന് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ എന്താണ്? രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ സംഘപരിവാരം ആസൂത്രിതമായി നീക്കം നടത്തുമ്പോൾ അരുതെന്നൊരു വാക്ക് പറയാനുള്ള ആർജവം കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് കാണിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഓർമ്മയിൽ മനോരമ പത്രത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് സംഘപരിവാരത്തിനെതിരെ, RSSന്റെ വർഗീയ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായി നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നു? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. രാജ്യത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടോ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഊഴമിട്ട് BJPയിലേക്ക് കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകാനുള്ള കാരണം എന്താണ്? BJPയുടെ വിഷലിപ്തമായ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ഒരാശയ സമരം നടത്തിയ നേർത്തൊരനുഭവം പോലും കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ചിന്തിക്കുന്നത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയാണ് BJP. അതിൽ പ്രവർത്തിച്ചാലും കോൺഗ്രസിൽ പ്രവർത്തിച്ചാലും ഒരുപോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാൽ തരക്കെടില്ല എന്ന ചിന്തയാണ്. BJPക്കെതിരാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാഠം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് തങ്ങളുടെ പ്രവർത്തകരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറാൻ ഒരു മടിയും അവർക്കില്ല. എല്ലാവരും പോയി. 12 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ മുഖമായിരുന്നവർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. ഏതെങ്കിലും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ കാര്യമല്ല, ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറുടെയോ MLAയുടെയോ MP യുടെയോ പോലും കാര്യമല്ല. മുഖ്യമന്ത്രി പദമലങ്കരിച്ചിരുന്നവർ, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ മുഖമായിരുന്നവർ 12 പേർ ഒന്നിനു പുറകെ മറ്റൊന്നായി BJPയിലെത്തി. നിലവിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന BJP നേതാക്കന്മാർ പലരും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ചേക്കേറിയവരാണ്. ആസാമിന്റെ മുഖ്യമന്ത്രി, അരുണാചലിന്റെ മുഖ്യമന്ത്രി, മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി, നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി ഒക്കെ ഇപ്പോ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കടന്നു വന്നവർ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ പേർ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായിരുന്ന വിജയധരണി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. കർണാടകയിലെ PCC സെക്രട്ടറി HN രവീന്ദ്ര, മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റായിരുന്ന മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പച്ചൗരി, ജാർഖണ്ഡിലെ കോൺഗ്രസിന്റെ ഒരേ ഒരു MP ഗീതാ കോട, വാരണാസിയിലെ MP ആയിരുന്ന അജയ് മിശ്ര, എത്രയെത്ര ആളുകൾ ഇന്നലെ കോൺഗ്രസ് വിട്ട നേതാവാണ്.
കോൺഗ്രസിന്റെ ദേശീയ വക്താവ് രോഹിത് ഗുപ്ത. ഇന്ന് കോൺഗ്രസ് വിട്ടതാര് എന്ന് നാളെ പത്രം കാണും പറയും. ഓരോ മണിക്കൂറിലും പോയിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ വർഷം ഇങ്ങനെ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോയപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അജയ് കപൂറിനോട് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ഇങ്ങനെ BJP-യിലേക്ക് പോകാൻ എന്താണ് കാരണം? നിങ്ങൾ പഠിക്കണം, എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിൽ ചേക്കേറുന്നത് തടയാനുള്ള തന്ത്രങ്ങൾ, നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവും. ചുമതലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനെന്നറിയപ്പെടുന്ന AICC ജനറൽ സെക്രട്ടറി അജയ് കപൂർ. അദ്ദേഹം ആജ്ഞ ശിരസാവഹിച്ചു. കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിൽ ചേരുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിച്ചു. പഠനമെല്ലാം പൂർത്തിയായി. 2 ആഴ്ച മുമ്പ് അജയ് കപൂർ BJP-യിൽ ചേർന്നു. അതാണ് കോൺഗ്രസ്. ഓരോരുത്തരും ഊഴം കാത്തു നിൽക്കുന്നു. അതിനിടയിൽ കരുണാകരന്റെ മകൾ പത്മജ BJP-യിൽ ചേർന്നു. അതിനു മുൻപ് ആന്റണിയുടെ മകൻ BJP-യിൽ ചേർന്നു. അതിനു മുൻപ് ആർ ശങ്കറിന്റെ മകൻ 1962-ൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ആർ ശങ്കർ. കേരളത്തിലെ ഒടുവിലത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ തലവൻ. ആദ്യം പോയത് അദ്ദേഹത്തിന്റെ മകനാണ്, പിന്നെ ആന്റണിയുടെ മകൻ, പിന്നെ കരുണാകരന്റെ മകൻ. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ എങ്ങനെ പോകുന്നു? അടുത്തതാര്? ഒട്ടും സംശയിക്കണ്ട, അധികം വൈകാതെ അതിന്റെ ഉത്തരം കിട്ടും. സൂചനകൾ വന്നു തുടങ്ങി. ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുന്നു, BJP-യിൽ ചേർന്നു എന്ന കാരണം കൊണ്ട് പത്മജയെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല. എന്താ കാരണം? നാളെ അയാൾക്ക് പോകാനുള്ളതാണ്, അപ്പൊ ആരും കുറ്റപ്പെടുത്തരുത്, അത്രേ ഉള്ളൂ. ഇതാണ് കോൺഗ്രസ്. KPCC പ്രസിഡന്റ് പറയുന്നു, എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ BJP-യിൽ പോകും, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ വിചാരധാരയുടെ രചയിതാവ്, കൊടിയ വർഗീയവാദിയായിരുന്ന RSSന്റെ 2ാമത്തെ സർസംഘചാലക് ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ സംഘപരിവാരം ക്ഷണിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഒരു ചാഞ്ചാട്ടവും ഉണ്ടായില്ല. ആ ക്ഷണം സ്വീകരിച്ച് ഗോൾവൾക്കറിന്റെ ചിത്രത്തിന്റെ താഴെ നിലവിളക്ക് കൊളുത്തി നമ്ര ശിരസ്കനായി നിന്നു. ഓരോരുത്തരും അവരവരുടെ RSSലേക്കുള്ള പാത വെട്ടി നിരത്തി ശരിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി പോയാ മതി. കോൺഗ്രസുകാർക്കിടയിൽ തന്നെ ഇപ്പോഴുള്ള അടക്കം പറച്ചിൽ ആരാദ്യം പോകും എന്നാണ്. പ്രതിപക്ഷ നേതാവ് പോകുമോ അതോ KPCC പ്രസിഡന്റ് പോകുമോ? അതാണ് തർക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് പോവുമോ അതോ റിസൾട്ട് വന്നതിന് ശേഷമാണോ പോവുക? ഇതൊക്കെ മാത്രമേ തർക്കമുള്ളൂ. ഈ നിലയിലേക്ക് കോൺഗ്രസ് എത്തി. അതുകൊണ്ടോ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുമ്പോ ആർജവത്തോടൊരു അഭിപ്രായം പറയാനാവുന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല. എത്ര പേർക്കാണ് അതൊരു ആശ്വാസമായി മാറിയത്? ഭയാശങ്കകളിൽ കഴിയുന്ന ഒരു സമൂഹം ജന്മദേശം വിട്ട് ഇന്ത്യ വിട്ട് പലായനം ചെയ്യേണ്ടി വരുമോ, അഭയാർത്ഥികളായി മാറുമോ എന്ന ആശങ്കയിൽ കഴിഞ്ഞ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ കുളിർമഴ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനം വന്നത്. അപ്പൊ BJP-യുടെ പ്രസിഡന്റ് ചോദിക്കുന്നു, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയും? ഇതാണ് ചോദ്യം. അതിൽ അത്ഭുതമൊന്നുമില്ല. BJP-യിൽ നിന്ന് അത്തരം ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ അത്ഭുതപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഇതേ ചോദ്യം ചോദിക്കും. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പാക്കാതിരിക്കും? തൊട്ടുപുറകെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഇതേ ചോദ്യം ചോദിക്കും. BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് മൂന്നിന്റെയും നേതാക്കന്മാർ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഒരേ ചോദ്യം, പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ ഇവിടെ എങ്ങനെ നടപ്പിലാക്കാതിരിക്കും? മൂന്ന് കൂട്ടരും പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കിയേ തീരൂ എന്ന് വാദിക്കുകയാണ്. ആ പാർട്ടികളിൽപ്പെട്ടവർ ചർച്ച ചെയ്യേണ്ട ഈ വിഷയം. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധൈര്യപൂർവ്വം
പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത്? വീൺവാക്കു പറഞ്ഞതല്ല. നിയമം പാസാക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനുണ്ട്. പാർലമെന്റിന് മാത്രമല്ല, നിയമസഭകൾക്കുണ്ട്. അവിടെയും മാത്രമല്ല, ഇവിടെ തിരൂരിൽ ഒരു വായനശാലയുണ്ടെങ്കിൽ ആ വായനശാല കമ്മിറ്റിക്ക് ഒരു നിയമം ഉണ്ടാക്കാം. ആ വായനശാലയെ കുറിച്ചുള്ള നിയമം, അതിനുള്ള അധികാരമുണ്ട്. അപ്പൊ നിയമനിർമ്മാണാവകാശമുള്ള ഇത്തരം വേദികൾ നിരവധി രാജ്യത്തുണ്ട്. പാർലമെന്റ് ആയാലും നിയമസഭയായാലും വായനശാല കമ്മിറ്റി ആയാലും നിയമം നിർമ്മിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന, ലോ ഓഫ് ദ ലാൻഡ്, അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന മറ്റേത് നിയമവും ഭരണഘടനയ്ക്ക് വിധേയമാവണം. അതാണ് അടിസ്ഥാന തത്വം. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് നിരക്കാത്ത ഒരു നിയമവും ഇന്ത്യയിൽ എവിടെയും നടപ്പാവില്ല. ഭരണഘടന പറയുന്നത് എന്താണ്? പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് എതിരാണ്, വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടന ജനതയുടെ തുല്യത ഉറപ്പിച്ചു പറയും. തുല്യാവകാശമുള്ളവരാണ് നാം. ഇന്ത്യയിലെ ജനങ്ങൾ ജാതിമതാടിസ്ഥാനത്തിലോ ഭാഷാടിസ്ഥാനത്തിലോ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലോ ഭേദപ്പെടുന്നില്ല. ഒരേ അവകാശങ്ങളാണ്, തുല്യതയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിലോ പൗരത്വം കൊടുക്കുന്നതിന് മതം മാനദണ്ഡമാക്കുന്നു. അപ്പോഴോ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനം, ഭരണഘടനയെ ലംഘിക്കുന്ന ഒരു നിയമവും രാജ്യത്തെവിടെയും നടപ്പാക്കപ്പെടുകയില്ല. അതിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെന്റിനില്ല നടപ്പാക്കാൻ. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ സതീശൻ ചോദിക്കാണ്, ഇത് പാർലമെന്റ് പാസാക്കിയതല്ലേ? പാർലമെന്റിൽ ഇപ്പൊ ഉള്ളത് മഹാഭൂരിപക്ഷവും വിവരം കെട്ടവരാണ്, വിവരദോഷികളാണ്. ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള 18 ആളുണ്ട്. അവര് പല നിയമവും പാസാക്കി വിടും. അത് നടപ്പിൽ വരുത്താനുള്ള ബാധ്യതയില്ല. കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ്. ആ ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് വ്യവഹാരത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നു. നിയമയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഇനി അധികാരത്തിൽ വന്നാൽ ഈ നിയമം റദ്ദാക്കുമോ? എന്തായിരുന്നു മറുപടി? ആ ചോദ്യത്തോട് പരിഹാസ ചിരി. എന്നിട്ട് ഖാർഗെ പറഞ്ഞു, ഞാൻ രാത്രി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. നിങ്ങളുടെ സ്വത്തിന്റെ പകുതി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാമോ എന്നല്ല ചോദിച്ചത്. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമോ എന്നാണ് ചോദ്യം. രാത്രി ആലോചിക്കണം. 20 രാത്രികൾ കഴിഞ്ഞു, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങി. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെയുള്ള പ്രകടന പത്രിക. പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്കില്ല. UDFന്റെ ഭാഗമായി ലീഗിന്റെ കൊടിയും പിടിച്ച് നടക്കുന്നവരുണ്ടാവില്ലേ തിരൂരും പരിസരത്തും? പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ എന്ന നിലയിൽ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ആശങ്കയിൽ കഴിയുമ്പോൾ നാളെ എന്താകും? ജന്മദേശം വിട്ട് പലായനം ചെയ്യപ്പെടേണ്ടി വരുമോ എന്ന ആശങ്കയിൽ കഴിയുമ്പോ നിങ്ങൾ ചാരി നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ കരിനിയമത്തെ കുറിച്ച് ഒരു വാക്കില്ല. മലയാള മനോരമ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എഴുതി, കശ്മീരിന്റെ പ്രത്യേക അധികാരം, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയവയെ കുറിച്ച് പ്രകടന പത്രികയിൽ പരാമർശമില്ല. പത്രലേഖകർ VD സതീശനോട് ഇത് ചോദിച്ചു. മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനം ഉയർത്തി. അപ്പൊ സതീശൻ ആക്രോശിച്ചു, മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രകടന പത്രികയുടെ 8ാം പേജ് വായിക്കൂ. ഇത് കേട്ടപ്പോ നമ്മളൊക്കെ ഞെട്ടിപ്പോയി. പിറ്റേ ദിവസം മനോരമ വെണ്ടക്ക തലക്കെട്ടിൽ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് 8ാം പേജ് വായിക്കൂ. ഇത് കേൾക്കുമ്പോ എന്താണ് തോന്നുക? പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് 8ാം പേജിൽ പറഞ്ഞിരിക്കുന്നു എന്നല്ലേ തോന്നുക?
ഒരു സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ട്, ഇതാ ആ രേഖ എന്ന്. മനസ്സിലായി? അതാണ് സതീശൻ പറഞ്ഞത്. 8-ാം പേജ്. കേട്ട പാതി കേൾക്കാത്ത പാതി മനോരമ എഴുതി. കുറെ ആളുകൾ 8-ാം പേജ് നോക്കി, ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് പൗരത്വ ഭേദഗതി എന്നൊരു വാക്കില്ല, ആർട്ടിക്കിൾ 14 ഇല്ല, ഒരു പുല്ലുമില്ല. സതീശനറിയാം എന്ത് പച്ച കള്ളം വിളിച്ചു പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ മനോരമ അതെടുത്ത് വെണ്ടയ്ക്ക് എഴുതിക്കോളും. ആ ധൈര്യമാണ്. മലയാളികളെ മുഴുവൻ പറ്റിക്കല്ലേ. അപ്പൊ ചില ആർജവമുള്ള പത്രക്കാർ വിട്ടില്ല. MM ഹസനോട് ചോദിച്ചു, ഏത് 8-ാം പേജ്, ഏത് പേജ്? അപ്പൊ ഹസൻ തീർത്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറയാൻ സൗകര്യമില്ല. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. തിരൂരിലെ മുസ്ലിം ലീഗുകാരുടെ ശ്രദ്ധയിലേക്ക് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്ന MM ഹസൻ പറഞ്ഞിരിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് പറയാൻ സൗകര്യമില്ല. കണ്ടത് കൂട്ടിക്കൊന്നാണ്. ഇനിയും ഈ കൊടിയും പിടിച്ച് കോൺഗ്രസിന്റെ ഓരത്ത് ചാരി നിൽക്കണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഞങ്ങൾ പരമ്പരയായി നാണവും മാനവും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ആട്ടും തുപ്പുമേറ്റാലും കോൺഗ്രസിനോടൊപ്പം ചാരി നിൽക്കുമെന്നാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രാജ്യത്തെ സാധാരണക്കാരായ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന പൗരത്വ ഭേദഗതി നിയമം തങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുമെന്ന് ഭയപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. അത് ഈ രാജ്യത്തെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു. കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതം ഇരുളിലാഴ്ത്തുന്നു. കരിനിയമങ്ങൾക്കെതിരായും രാജ്യത്തിന്റെ മതനിരപേക്ഷ അടിത്തറ സംരക്ഷിക്കാനായി ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ട പോരാട്ടങ്ങൾക്ക് കോൺഗ്രസിൽ പ്രതീക്ഷയർപ്പിക്കാനാവില്ല. ചില ആളുകൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശിഷ്ട കോൺഗ്രസ് തന്നെ BJP ലയിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഓരോ നേതാക്കന്മാർക്കായിട്ട് പോണ്ട, അത് സാധനം തന്നെ ലയിച്ചു പോകും. അപ്പൊ ചിലർ ചോദിക്കും, കേരളത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ 20 പേരും ജയിച്ചാലും നിങ്ങൾ നാളെ ഇപ്പൊ ഭരിക്കുവോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ ഭരണത്തിന്റെ ഒന്നുമല്ല പ്രശ്നം, ഇവിടെ ജീവിക്കാനാവോ എന്നതാണ് പ്രശ്നം. ഭരണമൊക്കെ പിന്നെ. 20 പേരും കേരളത്തിൽ നിന്ന് ജയിച്ചാൽ ഇന്ത്യ ഭരിക്കുമോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത ആക്രമിക്കപ്പെടുമ്പോ, കേരളത്തിനെതിരായ നിലപാടുകൾ പാർലമെന്റിൽ സ്വീകരിക്കപ്പെടുമ്പോ, കേരളത്തിൽ നിന്ന് 20 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ജയിച്ചു പോയാൽ അവർ നിശബ്ദരായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പൊ നിശബ്ദരായിരുന്നത് ആരാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 19 പേരും UDF അല്ല ജയിച്ചത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നു. അപ്പോഴും 18 പേർ ലോകസഭയിൽ UDF ആണ്. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ രാജ്യം നേരിട്ടു. UAPA ഭേദഗതി, NIA ഭേദഗതി, ഏകീകൃത സിവിൽ കോഡിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നിയമനിർമ്മാണം, മുത്തലാഖ് ബില്ല്, പൗരത്വ ഭേദഗതി, എന്തെല്ലാം കാര്യങ്ങൾ വന്നു. കേരളത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നയങ്ങൾ, നമ്മുടെ വിഹിതം വെട്ടിക്കുറച്ചു, ബജറ്റ് വിഹിതം കുത്തനെ താഴ്ത്തി, കടമെടുപ്പ് അവകാശം തടഞ്ഞു, കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള നീക്കം, കേരളത്തിന്റെ പ്രതിനിധികളായി പോയ UDFന്റെ 18 MPമാർ എന്ത് നിലപാട് സ്വീകരിച്ചു? രാഹുൽ ഗാന്ധി ഇന്ന് പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് ചുരുങ്ങിയത് 55 MPമാരെങ്കിലും വേണം. കോൺഗ്രസിന് അതില്ല. അതുകൊണ്ട് പദവിയൊന്നുമില്ല. എങ്കിലും പ്രതിപക്ഷത്തെ കൂടുതൽ MPമാരുള്ള പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ടോ ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നാൽ ഏത് സമയത്ത് അദ്ദേഹത്തിന് സംസാരിക്കാൻ മൈക്ക് കൊടുക്കും. അതൊരു പാർലമെന്ററി കീഴ്വഴക്കമാണ്. പ്രതിപക്ഷത്തെ പ്രബല കക്ഷിയുടെ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഏത് സന്ദർഭത്തിലും പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നാൽ സംസാരിക്കാൻ അവസരം കൊടുക്കും.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെട്ട, കേരളത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട, ഫെഡറലിസം തകർക്കപ്പെട്ട, ജനാധിപത്യം ആക്രമിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഈ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനെ പ്രതിഷേധത്തിന്റെ ഗർജനം ഉയർത്താൻ സാധിക്കുമായിരുന്നു. അത് ചെയ്തോ? ഇപ്പൊ പാർലമെന്റ് അംഗങ്ങളുടെ ഹാജരും അവർ ചോദിച്ച ചോദ്യങ്ങളും അവർ പങ്കെടുത്ത ചർച്ചകളും എല്ലാം പൊതുരേഖയാണ്, നമുക്കൊക്കെ കിട്ടും. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. രാഹുൽ ഗാന്ധിയുടെ ഹാജർ എത്രയാണ്? ലോകസഭ സമ്മേളിച്ച ദിവസങ്ങളിൽ പകുതി ദിവസവും പഹയൻ പാർലമെന്റിൽ പോയിട്ടില്ല. 50% ഹാജർ. മലയാളിയുടെ വോട്ട് വാങ്ങി പാർലമെന്റിൽ പോയ വയനാടിന്റെ MP പകുതി ദിവസം ആ വഴിക്കേ പോയിട്ടില്ല. ഇനി പോയ ദിവസങ്ങളിലോ വായ തുറന്നിട്ടേയില്ല. കാന്റീനിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അദ്ദേഹം വായ തുറക്കാറുള്ളത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഇങ്ങനെ ഒരാൾ ജയിച്ചു പോയിട്ട് എന്തു കാര്യം? ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ മറികടക്കുന്ന നിലപാട് സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള മറ്റെംപിമാർ സ്വീകരിക്കില്ലല്ലോ. എല്ലാവരും ആ പാതയിൽ തന്നെ പോകും. നേർത്ത ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം, ഒരു വാക്ക്, ഒരക്ഷരം ഉരിയാടിയിട്ടേയില്ല പാർലമെന്റ്. NIA ഭേദഗതി വന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ അതിനെതിരെ ശബ്ദമുയർത്തിയതും എതിർത്ത് വോട്ട് ചെയ്തതും ഒരേ ഒരു പാർലമെന്റ് അംഗം, കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു പാർലമെന്റ് അംഗം. ആ പാർലമെന്റ് അംഗത്തിന്റെ പേര് AM ആരിഫ് എന്നാണ്. ആലപ്പുഴയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP. അപ്പൊ 20 പേരുണ്ടായിരുന്നെങ്കിലോ ഒരാളുടെ ശബ്ദത്തിന് പകരം 20 പേരുടെ ശബ്ദം ഉയരുമായിരുന്നില്ല, 20 വോട്ട് വരുമായിരുന്നു. ഒരുപാട് ചെറുകിട പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. 1 MP 2 MP ഒക്കെ ഉള്ള പാർട്ടികൾ, പ്രാദേശിക ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളും. അവരെ എല്ലാം ഒരുമിപ്പിച്ച് ഒരൈക്യമുണ്ടാക്കി ഉള്ള ശക്തി ഉപയോഗിച്ച് രാജ്യത്തെ തകർക്കുന്ന നയങ്ങൾക്കെതിരെ പാർലമെന്റിൽ ധീരമായ പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുക്കാൻ കഴിയുമായിരുന്നു. കേരളത്തിനെതിരെ എത്ര ഹൃദയശൂന്യമായ നടപടികൾ കേന്ദ്രം സ്വീകരിച്ചു. പ്രളയകാലത്ത് നമുക്ക് തന്ന അരിക്ക് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി കണക്ക് പറഞ്ഞ് പലിശയടക്കം കാശ് വാങ്ങി. നമുക്ക് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചില്ല. നമ്മുടെ കടമെടുപ്പ് അവകാശം തടഞ്ഞില്ലേ? പ്രളയത്തിൽ മുങ്ങി മരിക്കാൻ പോയ സമയത്ത് ലോകരാജ്യങ്ങൾ കേരളത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നപ്പോ ആ സഹായം തടഞ്ഞില്ലേ? ഇതേ പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ അവിടെ ഭൂമി കുലുക്കമുണ്ടായപ്പോ ലോകരാജ്യങ്ങളിൽ നിന്ന് സഹായം കൈനീട്ടി വാങ്ങിയവനല്ലേ പ്രധാനമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി? കേരളത്തോട് ഈ കൊടും ക്രൂരത കാണിച്ചപ്പോ ഞങ്ങളെ ജയിപ്പിച്ച ജനതയാണത്, ഞങ്ങളുടെ നാടാണത്, കേരളത്തോട് ഈ ക്രൂരത കാണിക്കരുതെന്ന് പറയാൻ അന്ന് പൊന്നാനിയുടെ MP ആയിരുന്ന മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ കേരളത്തിലെ 18 പേർ ഒരു ചെറു വിരലനക്കാൻ തയ്യാറ്, ഒരു നേരിയ ശബ്ദമുയർന്നു. കേരളത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച കേന്ദ്രത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. മലയാളിയെ ഒറ്റിക്കൊടുക്കുന്ന വർഗവഞ്ചകരായിരുന്നു. ആ വഞ്ചക പരീക്ഷകൾക്കെതിരായ പ്രതിഷേധം കൂടിയായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് രാജ്യത്തിന്റെ ഭാവിയെ കരുതി, ഇന്ത്യയുടെ ഭാവിയെ കരുതി, ഒപ്പം കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, നമ്മുടെ നാടിനു വേണ്ടി ചോദിക്കാനും പറയാനും അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ പോരാടാനും കരുത്തു കാണിക്കുന്നവരായിരിക്കണം നാടിന്റെ പ്രതിനിധികളായി പാർലമെന്റിലെത്തേണ്ടത്. കഴിഞ്ഞ 5 കൊല്ലവും ഇന്ത്യൻ പാർലമെന്റിൽ കേരളം അനാഥമായി. നാടിനു വേണ്ടി ശബ്ദമുയർത്താൻ ആരും ഉണ്ടായിരുന്നു. അനാഥമാക്കപ്പെട്ട ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഈ തവണ ആ സാഹചര്യം മാറും. ആ മാറ്റത്തിന്റെ പ്രകടമായ സൂചനകൾ കേരളത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നു. മലയാള മനോരമ 20 സീറ്റിലും UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടി സർവേ നടത്തിയിട്ടും അവസാനം മനോരമയ്ക്ക് പറയേണ്ടി വന്നു 7 സീറ്റിൽ പൊരിഞ്ഞ പോരാട്ടാണ്. മനസ്സിലായില്ലേ? എല്ലാ സീറ്റിലും UDF ജയിക്കും, പക്ഷെ 7 സീറ്റിൽ ഒപ്പത്തിനൊപ്പമാണ്, പൊരിഞ്ഞ പോരാട്ടം മതി. മനോരമ 7 സീറ്റിൽ പൊരിഞ്ഞ പോരാട്ടാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയാം? UDF-ന്റെ കട്ടയും പടവും മടങ്ങി എന്നാണ് അർത്ഥം. അത്രയും മനസ്സിലാക്കിയാൽ മതി.
അത് തെളിയിക്കുന്ന ദിവസമായി ജൂൺ 4 മാറും. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള മലയാളിയുടെ പോരാട്ടത്തിന്റെ വേദിയാണ്. കേന്ദ്രത്തിനെതിരായി, കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലിനെതിരായി ഇന്ത്യയെ തന്നെ തകർക്കുന്ന, ഇന്ത്യൻ മതനിരപേക്ഷത തകർക്കുന്ന, തങ്ങൾക്കിഷ്ടമില്ലാത്തവരെയെല്ലാം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ കരുക്കൾ നീക്കുന്ന സംഘപരിവാര ശക്തികൾക്കെതിരായും ആ സംഘപരിവാരത്തിന്റെ നിലപാടുകളെ തുറന്നെതിർക്കാനാകാതെ അതിനോട് ചാരി നിന്ന് ആവർത്തിച്ച ചോദ്യങ്ങളുടെ മുൻപിൽ മറുപടി പറയാൻ സൗകര്യമില്ലെന്ന MM ഹസന്റെ ധാർഷ്ട്യം ഉൾപ്പെടെ വിലയിരുത്തപ്പെടുന്ന വേദിയായി ഈ തിരഞ്ഞെടുപ്പ് മാറും. അപ്പോ അഭിമാനാർഹമായ വിജയം പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് നേടിക്കൊടുക്കുന്നതിന് നിങ്ങളുടെ എല്ലാം നേതൃപരമായ പങ്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന ഉറച്ച പ്രതീക്ഷയോടെ ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.